ഇപ്പോൾ യു.ഡി.എഫ് സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. യു.ഡി.എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം നടപ്പാക്കിയ ഏറ്റവും ജനകീയമായ പദ്ധതി അത് പ്രിയദർശിനി യാത്രയാണ് അല്ലേ? ജൂൺ 15 മുതൽ ആരംഭിച്ച പ്രിയദർശിനി യാത്ര അതിന് സമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. മാത്രമല്ല, ഇവർ അധികാരത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞ 5 ഗ്യാരണ്ടികളിൽ ഒന്ന് അത് അധികാരത്തിലേറെ 1 മാസം എത്തുന്നതിന് മുൻപ് തന്നെ അത് പ്രാവർത്തികമാക്കി. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സിൽ അത് കൊണ്ടുവന്നു. ഇനി ഒരുപക്ഷെ വരും സമയങ്ങളിൽ മറ്റ് ബസ്സുകളിലേക്ക് വ്യാപിപ്പിച്ചേക്കാം എന്ന വാർത്തകളുണ്ട്. ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്നത്, പ്രിയദർശിനി നടപ്പാക്കിയല്ലോ. ഈ പ്രിയദർശിനി പദ്ധതിക്ക് പിന്നാലെ തന്നെ ഈ നേരിടുന്ന രൂക്ഷ പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ. കാരണം പ്രിയദർശിനി പദ്ധതി തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ സ്വകാര്യ ബസ് ഉടമകൾ അവരുടെ ആശങ്കകളൊക്കെ അറിയിച്ചതാണ്. അതിപ്പം പ്രൈവറ്റ് ബസ് ഉടമകളുടെ ആശങ്കകൾ ഞങ്ങൾ പരിഗണിക്കും, അത് ബജറ്റിൽ കൊടുത്ത ഉറപ്പാണ്. അതിനുശേഷം ഗതാഗത മന്ത്രി പല വേദികളിൽ പറഞ്ഞ ഉറപ്പാണ്, മുഖ്യമന്ത്രി പറഞ്ഞ ഉറപ്പാണ്. പക്ഷേ ഇപ്പോഴും സ്വകാര്യ ബസ് ഉടമകളുടെ ആശങ്കകൾക്ക് ഒരു പരിഹാരമായിട്ടില്ലെന്നേ. കോഴിക്കോട് കളക്ട്രേറ്റിന് മുന്നിൽ ഇന്ന് അവർ നിരാഹാര സമരം സംഘടിപ്പിക്കുന്നുണ്ട്. നഷ്ടം നികത്താൻ സർക്കാർ സഹായം വേണമെന്നാണ് ആവശ്യം. സർവീസ് നിർത്തേണ്ട അവസ്ഥയിലാണെന്നും സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നുണ്ട്. ലിൻഡോ വിവരങ്ങളുമായി ചേർന്നു. ലിൻഡോ, ഗുഡ് മോർണിംഗ്. സ്വകാര്യ ബസ് ഉടമകൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. പക്ഷേ അവർ ചോദിക്കുന്ന തലത്തിലേക്ക് ഒരു ഉത്തരം സർക്കാരിൻ്റെയോ ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്നലെ വയനാട്ടിൽ അവരുടെ ഒരു സൂചന പണിമുടക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്താണ് അടുത്ത നീക്കം? തീർച്ചയായും ചെയ്തു. സംസ്ഥാന തലത്തിൽ തന്നെ സ്വകാര്യ ബസ് മേഖല വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നാണ് ഈ ബസ് ഉടമകളും തൊഴിലാളികളും അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് കോഴിക്കോട് സ്വകാര്യ ബസ് ഉടമകൾ കളക്ട്രേറ്റിൽ ഇന്ന് നിരാഹാര സമരം നടത്തുന്നത്. പ്രധാനമായും KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചതോടുകൂടി വലിയ നഷ്ടമാണ് സ്വകാര്യ ബസ് മേഖലയിൽ ഉണ്ടായിട്ടിരിക്കുന്നതാണ് ഇവർ പറയുന്നത്. ദൈനംദിനം 3000 മുതൽ 5000 രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ ഈ സ്വകാര്യ ബസ് മേഖലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒരു ദൈനംദിന ചെലവിനാവശ്യമായിട്ടുള്ള തൊഴിലാളികൾക്ക് കൂലി നൽകാനോ എണ്ണയടിക്കാനോ പോലുമുള്ള തുക ദിവസവും പിരിച്ചു കിട്ടാത്ത അവസ്ഥ സ്വകാര്യ മേഖലയിലുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സ്വകാര്യ ബസ്സുകളുടെ ഓട്ടം പൂർണ്ണമായും നിർത്തേണ്ട ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇവർ അറിയിക്കുന്നത്. ഒപ്പം ഈ ഇന്ധനവിലയുടെ വർധനവ് കൂടി വന്നതോടുകൂടി യാതൊരു വിധത്തിലും ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യത്തിലാണ് അവർ നീങ്ങുന്നത്. ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് ഡീസലിന് സബ്സിഡി അനുവദിക്കുകയും വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ബസ് ഓണേഴ്സ് ഇപ്പോൾ സമരമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ നിരാഹാര സമരത്തിന്റെ ഉദ്ഘാടനം CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബാണ് നിർവഹിക്കുന്നത്. നമുക്ക് ബസ് തൊഴിലാളികളോട് തന്നെ ഇവരുടെ അവസ്ഥകൾ ചോദിച്ചറിയാം. മാത്രമേ അടിക്കാനുള്ളൂ. പ്രിയദർശിനി വന്നിട്ട് അണ്ടിക്കഞ്ഞായി പോയി, കംപ്ലീറ്റ് പോയി. സാമ്പത്തികമായിട്ട് 6000 രൂപ കുറവാ, ഒന്നുമില്ല. ഒരു 100 രൂപ കുറച്ചെടുത്തി ഗവൺമെന്റ്, 100 രൂപ ടാക്സിൽ ഗുണം കിട്ടുന്നു വിചാരിച്ചു, അതും പോയി. പിന്നെ എന്താക്കാനാ? നഷ്ടത്തിലാണ് ഓടുന്നത് ബസ്. പ്രിയദർശിനി നോക്കി എപ്പം ഇവിടെ വന്നാലും ഒരുപാട് പെണ്ണുങ്ങളാണ് നിൽക്കുന്നതാണ്. പ്രിയദർശിനി ബസ് അതിൽ കയറി അങ്ങ് ഓരോ ആവശ്യങ്ങൾക്ക് അൺസ്റ്റോപ്പ് നിർത്താൻ പോകാനൊക്കെ നമ്മൾ നിർത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ അവർ വരപ്പോൾ നമ്മളെ ബസ് കയറുന്നില്ല. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. ഒരു ചാലെടുത്ത് കിട്ടിയല്ല അവിടെ വെച്ചേക്കും. ഇന്ധനവില വർധനവ് കുറഞ്ഞാലേ ഉള്ളൂ. ഡീസലിന് സബ്സിഡി കൊടുക്കലാണ് അത്യാവശ്യമായി സർക്കാർ ചെയ്യേണ്ടത്. ഈ പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ ഡീസൽ വില വർധനവ് കുറഞ്ഞേ പറ്റൂ. കാരണം ദൈനംദിനം 4000-5000 രൂപ ഓരോ ബസ്സിനും കുറവാണ്. ഇതിപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്താ റോഡിൽ ഓട്ടുന്നതെന്ന്. ഇത് ഓട്ടിയിട്ടില്ലെങ്കിൽ ഈ ബസ് 10 ദിവസം നിർത്തിട്ട് കഴിഞ്ഞാൽ 11ാമത്തെ ദിവസം അതിനെക്കാട്ട് കൂടുതൽ പൈസ ചിലവാക്കിയിട്ട് വേണം ഇത് റോഡിലിറക്കാൻ. ദിനംപ്രതി മുതലാളിമാർ പൈസ തന്നിട്ടാണ് ഞങ്ങൾ സർവീസ് നടത്തുന്നത്. അവർക്ക് തരുന്നതിന് ഒരു പരിമിതികളുണ്ട്. ആ പരിമിതികൾക്ക് അപ്പുറത്തേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ പൊതുഗതാഗതത്തിൽ വളരെയധികം പ്രയാസം അനുഭവിക്കേണ്ടി വരും. സംശയമില്ലാത്ത കാര്യമാണ്.
ഒരുപാട് ജനങ്ങൾ തൊഴിലാളികൾ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മോട്ടോർ എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയനിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ളത് ഈ പ്രൈവറ്റ് ബസ് മേഖലയിലാണ്. ദിനംപ്രതി ഒരുപാട് ഇതിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടാൻ പോവുക. അതിന് സർക്കാർ കണ്ണു തുറന്നേ മതിയാവും, സംശയമില്ലാത്ത കാര്യമാണ്. ശരി ലിൻഡോ. അപ്പം അവരവരുടെ ആശങ്കകൾ പറയുകയാണ്. സ്വകാര്യ ബസ് ഉടമകൾക്ക് തുടക്കം മുതൽ തന്നെ പ്രശ്നമുണ്ട്. അവർ നഷ്ടത്തിലാണ് അവരുടെ സർവീസ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തന്നെ ഗതാഗത മന്ത്രി പറയുകയുണ്ടായി.